येन श्रीगुरुवे नमः। नमः ॐ विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഓം സത്സത്. എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എടുക്കുന്ന ശ്രീമദ് ചൈതന്യ ചരിതാമൃതം അധ്യായം 11 ആദ്യ ലീലയിൽ നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്താരങ്ങൾ. നമുക്ക് കഴിഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിക്കും. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈതന്ദ ജയ ഗൗര ഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈതചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद हरे कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे जय गौर हरि बोल हरि बोल हरि बोल जय गौर हरि बोल जय गौर प्रेमानंदे हरि बोल। ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല അധ്യായം 11 നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങൾ. 10ാം അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ശാഖകളും ഉപശാഖകളും വിവരിച്ചതുപോലെ ഈ 11ാം അധ്യായത്തിൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖകളുടെയും ഉപശാഖകളുടെയും നാമാവലി വിവരിക്കുന്നു. നിത്യാനന്ദ പാദാംബോജ ഭൃംഗാൻ പ്രേമമധുന്മദാൻ നാഖ്യാലിദാന്തേഷു മുഖ്യലിഖ്യന്തേ കുടി ജന്മയ. നിത്യാനന്ദ പാദ അംബോജ ഭൃംഗാൻ പ്രേമ ഉന്മാദ മധു ഉന്മാദൻ മയി നത്വ അഖിലാന്തേഷു മുഖ്യ ലിഖ്യന്തേ കദിചിത് മയ. നിത്യാനന്ദ പാദാംബോജ അംബുജങ്ങൾ ഭൃംഗാൻ മൂളുന്ന വണ്ട് പ്രേമ ഭഗവത് പ്രേമത്തിന്റെ മധു ഉന്മത്താൻ
ഉന്മത്തനായി നത്വ പ്രണമിക്കുന്നു. അഖിലാൻ അവർക്കെല്ലാം ദേശ അവരിൽ മുഖ്യമായത് ലിഖ്യന്തേ വിവരിക്കാൻ കതിച്ചിത് അവയിൽ ചിലത് മയ എന്നാൽ പ്രവർത്തനം നിത്യാനന്ദ പ്രഭുവിന്റെ പാദാംബുജങ്ങളിൽ മധു ശേഖരിക്കുന്ന തേൻ വണ്ടുകളെ പോലുള്ള അവിടുത്തെ എല്ലാ ഭക്തന്മാരെയും പ്രണമിച്ചതിന് ശേഷം അവരിൽ ഏറ്റവും പ്രമുഖരായ പറ്റി ഞാൻ വിവരിക്കാൻ ശ്രമിക്കുന്നു. ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ കർത്താവായിട്ടുള്ള ഓദർ തന്നെ പറയുകയാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ പാദാംബുജങ്ങളിൽ മധു ശേഖരിക്കാൻ തേൻവണ്ടുകളെ പോലെ അവിടുത്തെ എല്ലാ ഭക്തന്മാരെയും പ്രണമിച്ച ശേഷം അവരിൽ ഏറ്റവും പ്രമുഖരായിട്ട് ഞാൻ വിവരിച്ചത്. അപ്പം അതേ നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തരെയും അതുപോലെ തന്നെ അതിൽ പ്രമുഖരായിട്ടുള്ളവരെ പറ്റി ഓരോന്നായിട്ട് അദ്ദേഹം എടുത്തു പറയാമെന്നാണ് കൃഷ്ണ കവിരാജ ഗോസ്വാമി പറയുക. ശ്ലോകം 2. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ തൻഹര ചരണ ശ്രീധയേ ചൈതന്യ. എല്ലാ സ്തുതികളും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്. അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ടുള്ള ഏതൊരുവനും ധന്യനാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹം ആദ്യം പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിനെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ളവരെ എല്ലാവരും ധന്യരാണെന്നുണ്ട്. അതായത് ഭഗവാന് ശരണം പ്രാപിക്കുന്നത് സാധാരണക്കാർക്ക് സാധ്യമല്ല. അത് ഭഗവാന്റെ അയോഗ്യതയുള്ള ഭക്തന്മാർക്ക് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് ആദ്യം ഭഗവാനെ വന്ദിക്കുന്നു, അതിനുശേഷം ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ അദ്ദേഹം വണങ്ങുകയാണ്. ശ്ലോകം ജയ ജയ ശ്രീ അദ്വൈത ജയ നിത്യാനന്ദ ജയ ജയ മഹാപ്രഭുര സർവ ഭക്തവൃന്ദ. അദ്വൈത പ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ചൈതന്യ മഹാപ്രഭുവിന്റെ സർവ ഭക്തന്മാർക്കും എല്ലാ സ്തുതികളും. എന്നിട്ട് അദ്ദേഹം 3-ാമത്തെ ശ്ലോകത്തിൽ അദ്വൈത പ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിനും ചൈതന്യ മഹാപ്രഭുവിന്റെ സർവഭക്തർക്കും എല്ലാ സ്തുതികളും അർപ്പിക്കുന്നു. ശ്ലോകം 4. തസ്യ ശ്രീകൃഷ്ണ ചൈതന്യ പ്രേമമര സഖിന ഊർധ്വസ്കന്ധവധൂതേ ദോഷാഖ രൂപാൻ ഗണാനുമ. ശ്രീ കൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആകുന്ന അനശ്വര പ്രേമവൃക്ഷത്തിന്റെ ഏറ്റവും ഉന്നതമായ ശാഖ നിത്യാനന്ദ പ്രഭു. ആ ശാഖയുടെ എല്ലാ ഉപശാഖകളും ഞാൻ എൻ്റെ സാധന പ്രമാണങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വൃക്ഷം പോലെയാണ്. ഭക്തി എന്ന് പറഞ്ഞ ഒരു വൃക്ഷം പോലെയാണ്. അപ്പൊ അത് അതിന്റെ സൃഷ്ടാവെന്ന് പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പൊ ആ അനശ്വര പ്രേമവൃക്ഷത്തിന്റെ കാരണം അദ്ദേഹം എന്താണ് ഈ അവതാര ഉദ്ദേശം തന്നെയാണ് കൃഷ്ണായ നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമപതായ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൗരതേശനോ. ഈ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം തന്നെ കൃഷ്ണപ്രേമം എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവതരിച്ചത്. മറ്റൊരു അവതാരത്തിലും ഇത്രയും കാരുണ്യമായിട്ടുള്ള അവതാരം നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയും അദ്ദേഹത്തിനെ പ്രത്യേകം എടുത്തു പറയുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രേമഭക്തി എന്ന വൃക്ഷത്തെ അതിന് പ്രണമിക്കുകയാണ്. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആകുന്ന അനശ്വര പ്രേമവൃക്ഷത്തിന്റെ ഏറ്റവും ഉന്നതമായ ശാഖ ശ്രീ നിത്യാനന്ദ പ്രഭുവാണ്. ആ ശാഖയുടെ എല്ലാ ഉപശാഖകൾക്കും ഞാൻ എൻ്റെ സാധന പ്രമാണങ്ങൾ അർപ്പിക്കുന്നു. അതാണ് പറയുന്നത്. ഇതെല്ലാം ഇതിനൊന്നും പർപ്പോട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് മനസ്സിലാക്കുക. അത് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായതായിരുന്നു പറഞ്ഞിരിക്കുന്നു. ശ്ലോകം 5. ശ്രീ നിത്യാനന്ദ വൃക്ഷേര സ്കന്ദ ഗുരുതര സാഹദേ ജന്മീല ശാഖ പ്രശാഖ വിസ്തര. ശ്രീ നിത്യാനന്ദ വൃക്ഷേര, ശ്രീ നിത്യാനന്ദ എന്നറിയപ്പെടുന്ന വൃക്ഷത്തിന്റെ സ്കന്ദ മുഖ്യശാഖ ഗുരുതര അത്യന്തം
കനത്തത്. മഹാദേ ആ ശാഖയിൽ നിന്ന്, ജന്മീല വളർന്നു, ശാഖകൾ, പ്രശാഖ ഉപശാഖകൾ, വിസ്തരമായി. വർത്തനം ശ്രീ നിത്യാനന്ദ പ്രഭു ശ്രീ ചൈതന്യ വൃക്ഷത്തിന്റെ അത്യന്തം കനത്ത ശാഖയാണ്. ആ ശാഖയിൽ നിന്ന് അനേകം ശാഖകളും ഉപശാഖകളും വളർന്നു. അപ്പൊ എങ്ങനെയാണോ ചൈതന്യ ചരിതാമൃതത്തിലെ ആ വൃക്ഷത്തിലെ ശാഖകളും ഉപശാഖകളും ഒക്കെ വന്നിരുന്നത്? നമ്മൾ രൂപകോശ, സനാതന കോശാണ് അതിന്റെ വടവേരുകളായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് മറ്റുള്ള ഉപശാഖകൾ എങ്ങനെ വന്ന് ആ വടവൃക്ഷം എത്രയോ ഒരു വൃക്ഷം ഇങ്ങനെ ഒരു വലിയ വടവൃക്ഷമായിട്ട് മാറിയതുപോലെ ഇവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ ആ ശാഖയിൽ നിന്നും അനേകം ശാഖകളുണ്ടായി. അതിൽ നിന്നും അനേകം ഉപശാഖകളും ഉണ്ടായതാണ്. അവർക്കെല്ലാം എൻ്റെ പ്രണാമം എന്നാണ്. ശ്ലോകാറ് മാലാകരയിച്ച ജലപാട് ശാഖഗണ പ്രേമ ഫല ഫുലെ ഭരിശൈല ഭുവന. മാലാകാരി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛാജലി, അദ്ദേഹത്തിന്റെ ഇച്ഛയുടെ ജലത്താൽ ബാഡെ വർദ്ധിച്ചു. ശാഖാഗണ ശാഖകൾ, പ്രേമ ഭഗവത് പ്രേമം, ഫുലഫലെ പുഷ്പങ്ങളോടും ഫലങ്ങളോടും കൂടി, ഭരി നിറയുക, ശായിൽ ആവരണം ചെയ്യപ്പെട്ടു, ഭുവന ലോകം മുഴുവൻ. വർത്തനം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛയാൽ ജലദാനം നൽകപ്പെട്ട ഈ ശാഖകളും ഉപശാഖകളും അനന്തമായി വളരുകയും സമഗ്ര ലോകത്തിലും ഫലപുഷ്പികളാൽ മൂടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ വൃക്ഷങ്ങൾക്ക് ഭഗവാൻ ജലദാനം നൽകിയത്? ജപമാണ് ജലദാനം എന്ന് പറയുന്നത്, നാമജപം. ആ നാമജപത്താൽ ജലദാനം നൽകി എന്താണ് എല്ലാ ശാഖകളും ഉപശാഖകളും അനന്തമായി വളരുകയും സമഗ്ര ലോകത്തിലെയും പല പുഷ്പങ്ങളാൽ മൂടുകയും ചെയ്തിരിക്കും. നമുക്കറിയാം അത് അമേരിക്കയിൽ തുടങ്ങി അങ്ങനെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം അത് വളർന്നു. അങ്ങനെ അത് വളർന്ന് സകല ലോകത്തിൽ അത് വളർന്ന് അങ്ങനെ എന്താണ് ലോകത്തിലും പല പുഷ്പങ്ങൾ, അതവിടെ എല്ലാം എന്താണ് പല പുഷ്പങ്ങൾ, അതിൻ്റെ പഴങ്ങളും പൂക്കളും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അത് നമ്മളിന്ന് ലോകത്തിൽ കാണുന്നു. അപ്പൊ അത് ഒരു സെൻറ്ററിൽ തുടങ്ങി ഇപ്പൊ അത് 400-500 ക്ഷേത്രങ്ങളായി ലോകത്തെമ്പാടും പ്രചരിക്കുന്നു. അവിടെ എല്ലാം ഭഗവാന്റെ ഈ കൃഷ്ണപ്രേമം അവിടെ തഴച്ചു വളരുന്നു. അവിടെ അനേകം ഭക്തന്മാർ വന്നതെല്ലാം ആസ്വദിക്കുന്നു, ആ ഫലം നുകരുന്നു. അതാണ് എന്നെ അത് പറയുന്നത്. അസംഖ്യ ആനന്ദ ഗണ ഗണന ആജ്ഞാശോധി ദേക്കാ ഹേ മുഖ്യ ജന. അസംഖ്യം അനന്തമായ ഗണഭക്തന്മാർ ഈ ആര് കരു കഴിയുക, ഗണന എണ്ണുക, സ്ഥാപന സ്വന്തം, ശോധിത് പരിശുദ്ധീകരിക്കാൻ, കഹി പറയുന്നു മുഖ്യന്മാര് മാത്രം, ജനവ്യക്തികൾ. വിവർത്തനം ഭക്തന്മാരുടെ ഈ ശാഖകളും ഉപശാഖകളും അസംഖ്യം എന്താണ് അപരിതമാണ്. ആർക്കാണ് അവ എണ്ണാൻ കഴിയുക? എൻ്റെ ശുദ്ധീകരണത്തിനായി അവരിൽ ഏറ്റവും പ്രഭുമാരുടെ മാത്രം സംഖ്യം കണക്കാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഒരു വടവൃക്ഷമായിട്ട് അത് വളർന്ന് പൂക്കുകയും കായ്ക്കുകയും ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് അനേകം ഭക്തന്മാർ വന്ന് അത് ആസ്വദിക്കുകയാണ്. അപ്പൊ ഇതൊന്നും ആരെക്കൊണ്ടാണ് നമുക്ക് എണ്ണിച്ചിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഭാവാർത്ഥത്തിന് ഭാവാർത്ഥമുണ്ട്. അതിൽ പറയുന്ന ഒരുവൻ ഭൗതികമായ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ ലാഭത്തിനോ വേണ്ടി അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ഗ്രന്ഥങ്ങളോ ഉപന്യാസങ്ങളോ എഴുതരുത്. അപ്പം ഭഗവാന്റെ കാര്യങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സ്വന്തം താല്പര്യം பெரிய அவசரம் பாட்டை கட்ட போறேன்.
ഹരേ കൃഷ്ണ, ഇത് ക്ലാസ് നടക്കുകയാണ്, ആൾക്കാർ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരുവൻ ഭൗതികമായിട്ടുള്ള പേരിന് പ്രശസ്തിക്കോ അല്ലെങ്കിൽ ലാഭത്തിനോ വേണ്ടി അതീന്ദ്രിയ വിഷയങ്ങൾ, ഗ്രന്ഥങ്ങളോ ഉപന്യാസങ്ങളോ എഴുതും. അപ്പം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല, സ്വന്തം പ്രശസ്തിക്കോ പേരിനോ വേണ്ടി. കാരണം ആധ്യാത്മികമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതെല്ലാം ഭഗവത് സംബന്ധമായ കാര്യങ്ങൾ. ഭഗവത് സംബന്ധമായ കാര്യങ്ങളും അതെല്ലാം അതീന്ദ്രിയമാണ്. അതീന്ദ്രിയ കാര്യങ്ങൾ നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ അല്ലെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ എന്താണ്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ, ഐശ്വര്യങ്ങളോ അല്ലെ പേരോ പ്രശസ്തിയോ ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രത്യേകത. അത് നമ്മൾ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത്. പ്രയാണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു പ്രസക്തിയില്ല. അവിടെ ഭൗതികതയ്ക്ക് ഒരു പ്രസക്തിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ പ്രശസ്തി മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം, ഭഗവത് പ്രീതി മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതീന്ദ്രിയ സാഹിത്യം ഒരു മേലധികാരിയുടെ നിർദ്ദേശത്തിന് കീഴിൽ മാത്രം എഴുതപ്പെടണം. കാരണം അത് ഭൗതിക ലക്ഷ്യത്തിനായി ഉദ്ദേശിക്കപ്പെട്ടുള്ളതല്ല. ഒരുവൻ മേലധികാരിയുടെ കീഴിൽ എഴുതാൻ ശ്രമിക്കുന്ന പക്ഷം അയാൾ പവിത്രീകരിക്കപ്പെടും. എല്ലാ കൃഷ്ണബോധ പ്രവർത്തനങ്ങളും സ്വന്തം പരിശുദ്ധീകരണത്തിന് വേണ്ടി ഏർപ്പെടുത്തണം. ആപന്ന ശോധിത, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആകരുത്. അതാണ് ഞാൻ അത് പ്രത്യേകം പറഞ്ഞത്. ആപന്ന ശോധിത കഹി മുഖ്യദിന. അപ്പൊ അവിടെ നമ്മൾ ഏതൊരു ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവത്ഗീതയിലും ഭഗവാൻ അത് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഭഗവാന്റെ ഒരു ഗുരുവിനെ കണ്ടെത്തണമെന്നും അദ്ദേഹത്തിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അല്ലേ? 4:34 പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഗുരുവിനെ, കാരണം അങ്ങനെ ഒരു ഗുരുവിന് എന്താണ്, ഭഗവാനെ പ്രീതിപ്പെടുത്തി ഭഗവാന്റെ ദർശനം ചെയ്ത വ്യക്തിയായതുകൊണ്ട് അയാൾക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറയാനുള്ള ശക്തി ഉണ്ടെന്നാണ്. ആം ചെയ്യോ വിചാരിയാൻ തദ്വിധി പ്രണിപാതേന ജ്ഞാന തത്വദർശന. അദ്ദേഹം ഭക്തിവസനത്തിൽ കൂടി ഭഗവാനെ ദർശിച്ച വ്യക്തിയാണ്, തത്വദർശിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾക്ക് കൃഷ്ണബോധം പകരാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവത് സേവനം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. അതാണ് നമ്മൾ ആധ്യാത്മികകാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭൗതികമായിട്ട് എന്ത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, ആരും ചോദിക്കുക. അത് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, നമ്മുടെ ഇന്ദ്രിയ സുഖത്തിന് ചെയ്യുന്നതാണ് ഭൗതിക കാര്യങ്ങളെല്ലാം. മറിച്ച് ഈശ്വര കാര്യങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ ഗുരുവിന്റെയും ഭഗവാന്റെയും പ്രതിബന്ധമാണ്. ഭൗതികതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഏത്, ആത്മാവ് എന്ന് പറയും. അത് വളരെ വ്യക്തമായി ഭൗതികതയിൽ പോകാൻ പറയുന്നു അല്ലേ? എന്താണ്, ഇന്ദ്രിയാണി പരന്യാഹു ഇന്ദ്രിയേപ്യ പരമനഃ മനസ്സസ്തു പരോ ബുദ്ധേ ഓ ബുദ്ധി പരസസ്തു സ. ഇന്ദ്രിയം, അതായത് ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവ്. ഇതാണ് നമ്മൾ ഓരോ വ്യക്തിയുടെയും ശരീരത്തിന്റെ ഘടനയാണ്, അനാളജിയാണ്. ശരീരത്തിന്റെ അനാളജിയെ പറ്റിയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ? എങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് നല്ല ശരീരമുണ്ട്, നല്ല സുന്ദരമായിട്ടുള്ള ശരീരമുണ്ട്, കണ്ണും കാതും കേൾക്കുന്നില്ല. എന്തെങ്കിലും യൂസ് ഉണ്ടോ? എന്തെങ്കിലും യൂസ് ഉണ്ടോ? അപ്പൊ അതാണ് പറയാം, ശരീരം കാണാൻ നല്ല സുന്ദരമാണ്, പക്ഷെ കണ്ണും കാതും കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത വാക്ക് പറയുന്നത് എന്താണ്, ഇന്ദ്രിയാണി പരന്യാഹു ഇന്ദ്രിയേപ്യ പരമന. അടുത്ത് പറയുന്നത്
ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ കാലോ കയ്യോ ഇല്ല. പക്ഷെ കണ്ണും കാതും കേൾക്കുന്നെങ്കിലോ ഇറ്റ് ഈസ് വർക്ക്ഫുൾ അല്ലേ? ആ ശരീരം കൊണ്ട് നമുക്ക് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ക്രിപ്പിൾഡായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഈവൻ സ്പോർട്സിൽ പോലും അവർ പങ്കെടുക്കുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞ അനാളജി അതാണ്. ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ. നല്ല ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഒരു യൂസുമില്ല. പക്ഷേ ശരീരത്തിന് ചെറിയ അപാകതകളുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണും കാതും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് മനസ്സിലായി. അടുത്തത് എന്താണ്? ഇന്ദ്രിയേപ്യ പരമനഃ. ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏതാണ്? മനോധൈര്യമുള്ള ആൾക്കാർ. നമുക്കറിയാം സമൂഹത്തിൽ തന്നെ മനധൈര്യമുള്ളവർക്ക് ഏത് പ്രശ്നങ്ങളെ അവർ അതിജീവിക്കുന്നത് നമുക്ക് കാണാം. അനാസേന അവരതിനെ അതിജീവിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനബുദ്ധി, അതായത് മനസ്സിന്റെ ധൈര്യം, മനോധൈര്യമുള്ളത്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്താണ്? ബുദ്ധിയുള്ളവര്. നമുക്ക് അവിടെ കമ്പനിയിൽ പോയാൽ തന്നെ ബുദ്ധിയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് അല്ലേ? എക്സ്പെർട്ട് നമ്മൾ പറയാറുണ്ട്, എക്സ്പെർട്ട് അങ്ങനെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം. കാരണം എന്താണ്? അവരുടെ ബുദ്ധി അനുസരിച്ചാണ് കമ്പനിയുടെ കാര്യങ്ങൾ, അതിന്റെ സക്സസ്, അതിന്റെ ഡിപ്പെൻഡൻസി എല്ലാം ബുദ്ധിയുടെ അനുസരിച്ചാണ്. അപ്പം മനഃശക്തിയുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏത്? ബുദ്ധിയുള്ളവൻ. അവസാനം പറയുന്നതന്നെ ഓ ബുദ്ധി പരസസ്തു. ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ഏത്? ആത്മാവ്. കാരണം ആത്മാവില്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കത്തില്ല, മനസ്സ് പ്രവർത്തിക്കത്തില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കത്തില്ല, ഒന്നും, ശരീരം പോലും പ്രവർത്തിക്കത്തില്ല. നമുക്ക് എത്ര മനോഹരമായിട്ട് ഒരു ശ്ലോകത്തിൽ ഭഗവാൻ നമ്മുടെ ശരീരത്തിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ അനാളജി ഇതാണ് നമ്മുടെ ശരീര അവസ്ഥ എന്നുള്ളത്. ഹരേ കൃഷ്ണ. അത് കട്ടായിപ്പോയി അത്. അപ്പൊ അത് നമ്മുടെ മനസ്സിനെ പറ്റി, അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ പറ്റി മനസ്സിലായി. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുവാണ് ആത്മാവ്. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ, ആ ജീവചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ എല്ലാം നമ്മൾ നഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരം അതുപോലുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇതിനെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? മാമേ അംശ ജീവലോകേ ജീവഭൂതാസനാണ്. കാരണം അത് ഭഗവാന്റെ ഒരു അംശമാണ്. അത് ജീവഭൂതാസനാഥൻ, അത് ഭഗവാന്റെ എന്താണ് സനാതനമാണ്. നമ്മുടെ ശരീരത്തിലെ എന്താണ് ആ ജീവശക്തി എന്ന് പറഞ്ഞ സനാതനമാണ്, ഭഗവാനെ പോലെ സനാതനമാണ്. അപ്പൊ അതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. അതിന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം. ഭൗതികമായിട്ടുള്ള എല്ലാം നമ്മുടെ ശാരീരിക മാനസിക സുഖങ്ങൾ മാത്രം വരെ തരുന്നു. അതുകൊണ്ട് അതൊക്കെ താൽക്കാലികമാണ്, അതിനും ശാശ്വതത്വം ഇല്ല. നമുക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് പോകുന്നു. പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ശാശ്വതമായിട്ടുള്ള ആനന്ദം കിട്ടും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഭൗതിക, അതുകൊണ്ടാണ് ഭൗതിക ഭാവം ഇതൊക്കെ വായിച്ചിട്ട് വേണം ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇതെന്താണ് ഇതിന്റെ അന്തസത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ചൈതന്യ വൃക്ഷത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാരെ പറ്റിയാണ് ഞാൻ ഇനി പ്രതിപാദിക്കുന്നതെന്നാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. കാരണം
എല്ലാവരെയും പറയാൻ പറ്റിയിരുന്ന അത് എന്താണ്, അത് നമുക്ക് സാധ്യമല്ല. കാരണം ഇന്ന് അന്തർദേശീയ കൃഷ്ണമോഹ സമിതിയിൽ എന്താണ് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡിവോട്ടീസ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ പറ്റി നമ്മൾ പറയാന്ന് പറഞ്ഞ ഒരു അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് വളവൊരുക്കുക, അതിനുള്ള വിത്തിട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തികളെ പറ്റി അവരെ ഗ്ലോറിഫൈ ചെയ്യാം, അവരുടെ പറ്റി പറയാം. ആ ശാഖകളെയും ഉപശാഖകളെ പറ്റിയാണ് പറയാൻ പറ്റുന്നതാണ് അതേ ഇവിടെ പറയുന്നത്. അസംഖ്യ അനന്തഗണാകെ കുരുഗണന ആപന ശോചിതേ കഹി മുഖ്യ മുഖ്യ ജന. അതിലേറ്റവും മുഖ്യരായിട്ടുള്ള ശാഖകളെ പറ്റിയും അതിൻ്റെ ഉപശാഖകളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പൊ അതിനകത്ത് വിവർത്തനത്തിലാണ് പ്രഭുപാദ് ഇത് പറഞ്ഞത്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗുരുവിന്റെ നിർദ്ദേശത്തിലായിരിക്കണം ചെയ്യേണ്ടത്. മാത്രമല്ല എന്താണ്, ആ ഗുരുവിന് മാത്രമേ നമ്മൾ കൃഷ്ണാമോഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അതായത് അന്തർദേശീയ കൃഷ്ണമോഹ സമിതിയുടെ സ്ഥാപക ആചാര്യനുള്ള ശ്രീല പ്രഭുപാദ്, ജയശ്രീല പ്രഭു. സോ അദ്ദേഹത്തിന്റെ ആ പരിശുദ്ധിയുടെ ആ ഭക്തിയും വേദാന്തവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയുടെയും വേദാന്തത്തിന്റെയും ഫലമാണ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആശ്രയം കൊണ്ടാണ്, ആശീർവാദവും കൊണ്ടാണ് ഈ ഭക്തിവൃക്ഷം നമുക്ക് പാശ്ചാത്യ രാജ്യത്തിൽ നട്ടു വളർത്താൻ സാധിക്കും. നോക്ക് എങ്ങനെയാണ് വന്നത് നോക്ക്, എല്ലാവരും ചിന്തിക്കുക എങ്ങനെയാണ്. 1922 ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ഭക്തി വിനോദ മഹാരാജിനോട് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരോട് പറഞ്ഞു, കണ്ട നിമിഷം തന്നെ പറഞ്ഞു, എന്താണ്, നീ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്ത കുട്ടിയാണ്, വിദേശത്ത് പോയി അന്തർദേശീയ കൃഷ്ണബോധ പ്രവർത്തനം നീ അവിടെ പോയി തുടങ്ങണമെന്ന് പറഞ്ഞു. പ്രഭുപാദ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്താണ് പ്രഭുപാദ, അതാണ് അതിൻ്റെ ഇത്രയും ദൂരവ്യാപ്തിയുള്ള ഒരു കാര്യമാണ് തൻ്റെ ഗുരു ഏൽപ്പിച്ചെന്നുള്ള ഒരു എന്താണ് ഒരു അവബോധം അന്നേരം ആ കുട്ടി പ്രഭുപാദക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തൊഴിലും ചെയ്ത് കൽക്കട്ടയിൽ താമസിക്കുകയാണ്, ഫാർമസ്യൂട്ടിക്കൽ പ്രവൃത്തി ചെയ്ത് അവിടെ ജീവിക്കുക. പക്ഷേ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് 1922 അദ്ദേഹം പറയുന്നത്, നീ അമേരിക്കയിൽ പോയി തുടങ്ങണം. പക്ഷെ അദ്ദേഹത്തിന് 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ചില പ്രഭുപാദിന് 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു തൻ്റെ ഗുരുവിന്റെ ആജ്ഞ നിർവഹിച്ചു. പ്രഭുപാദ് 30 വർഷം കാത്തിരുന്നു, നിരന്തരം അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ജലദുത്ത എന്നുള്ള ഷിപ്പിംഗ് കമ്പനിയുടെ അതിൻ്റെ സിയോടെ സുമതി ദേശായി എൻ്റെ സി എന്നിട്ട് അവരുടെ കാരുണ്യം കൊണ്ടാണ് ഈ കൃഷ്ണബോധം അമേരിക്കയിൽ ചെന്ന് പ്രചരിപ്പിക്കാൻ പ്രഭുപാദിന് ഭാഗ്യമുണ്ടായി. അപ്പൊ അതാണ് ഗുരുവിന്റെ ഒരു കാരുണ്യം. അത് അദ്ദേഹം മനസ്സിൽ 30 വർഷം അത് മനസ്സിൽ നിരന്തരം ചിന്തിച്ച് അദ്ദേഹം അത് നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണബോധ പ്രസ്ഥാനം 1965 അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. അങ്ങനെ 1966 ആദ്യമായിട്ട് ഈ വൃക്ഷം അമേരിക്കയിൽ അദ്ദേഹം അതിൻ്റെ ജലദാനം ചെയ്യുന്നു. ആ വൃക്ഷത്തിന്റെ ജലദാനം അവിടെയാണ് ചെയ്തത് 1966. അങ്ങനെ അവിടെ ആ ജലദാനം നൽകി അദ്ദേഹം അവിടെ സ്ക്വയറിൽ പോയിരുന്നത് ഹരിനാമ കീർത്തനം ചെയ്തു. അങ്ങനെ ആ വൃക്ഷത്തെ അവിടെ നട്ടു. പിന്നെ തുടർന്നുള്ള 11 വർഷം കൊണ്ട് ഈ വൃക്ഷം പല രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ടു. എല്ലാ രാജ്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും. അതായത് അദ്ദേഹം 1966 മുതൽ 77 പ്രഭുപാദയുടെ തിരോധാനം. ഏതാണ്ട് 11 വർഷക്കാലം ലോകമെമ്പാടും പ്രഭുപാദ സഞ്ചരിച്ച് ഈ വൃക്ഷത്തെ മാറ്റി നട്ടുകൊണ്ടേയിരുന്നു. ഓരോരോ രാജ്യങ്ങളിൽ അവിടെ നട്ടു, വൃക്ഷങ്ങളെ നട്ടു, അവിടെ ജലമൊഴിച്ചു, അവിടെ ഭക്തന്മാർക്ക് ക്ഷേത്രങ്ങളുണ്ടാക്കി, അതിനവിടെ ജലദാനം നൽകി. അങ്ങനെ അനേക ഭക്തന്മാർ അവിടെ വരാൻ തുടങ്ങി. അടുത്ത രാജ്യത്തിലേക്ക് പോയി അവിടെ ഈ വൃക്ഷം നട്ടു, അവിടെ ആ ഭക്തന്മാരെ സൃഷ്ടിച്ചു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ അവിടെയും ജലദാനം നൽകി.
അടുത്ത രാജ്യത്തിലേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം പ്രഭുപാദ ആ സമയത്ത് തന്നെ 108 വൃക്ഷങ്ങൾ നട്ടിരുന്നോടെ. ഹരേ കൃഷ്ണ. പ്രഭു കട്ടായി. പ്രഭു ഇപ്പൊ കേറുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ചെയ്യണം പ്രഭു. പോയി ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ പ്രഭുപാദ തന്നെ 108 വൃക്ഷങ്ങൾ സ്ഥാപിച്ചു വിദേശത്ത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യന്മാർ, അദ്ദേഹം ആശീർവദിച്ച ഭക്തന്മാര്, അത് ഇപ്പോൾ ഒരു 400 അമ്പലങ്ങളിലേക്ക് കൊണ്ടെത്തി. 400 വൃക്ഷങ്ങളാക്കി. ഇപ്പൊ 400 അല്ല, ഓരോ ദിവസവും അനേകം വൃക്ഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ലോകത്തിലെ ഓരോ മുക്കിലും എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ചൈതന്യ ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് പോയിരുന്നു, എൻ്റെ സേനാധിപതി വരും, അതിനുശേഷം ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയും എന്താണ് ഹരിനാമം, അതിൻ്റെ ജലദാനം നടത്തപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിക്കുന്നു. ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് ഈ വൃക്ഷങ്ങളെ കാണാൻ സാധിക്കും. അവിടെ ധാരാളം എന്താണ് പഴങ്ങളും ഫലങ്ങളും ഒക്കെ നുകരാനായിട്ട് അനേകം ഭക്തന്മാർ വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ ആ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ പറ്റിയാണ് ഇനി വിവരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. ശ്ലോകം 8. ശ്രീ വീരഭദ്ര ഗോസായി സ്കന്ദ മഹാശാഖ തണ്ടാര ഉപശാഖ എത്ര അസംഖ്യ താരലേഖ. ശ്രീ വീരഭദ്ര ഗോസായി, വീരഭദ്ര ഗോസ്വാമി സ്കന്ദ തായ്തടിയുടെ മഹാശാഖ, ഏറ്റവും വലിയ ശാഖ, തന്മ അദ്ദേഹത്തിന്റെ ഉപശാഖകൾ യഥാ എല്ലാം, അസംഖ്യം എണ്ണമറ്റ, താര അതിൻ്റെ, ലേല വിവർത്തനം. നിത്യാനന്ദ പ്രഭുവിന് ശേഷം ഏറ്റവും വലിയ ശാഖ വീരഭദ്ര ഗോസായി ആണ്. അവിടുന്നും അസംഖ്യം ഗോപശാഖകളുണ്ട്, ഗോപശാഖകളുണ്ട്. അവരെയെല്ലാം ഞാൻ വിവരിക്കുക അസാധ്യമാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അപ്പൊ ഈ നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും വലിയ ശാഖ വീരഭദ്ര ഗോസ്വാമിയാണ്. അപ്പൊ അതാ നേരത്തെ പറഞ്ഞല്ലോ,
ആ എന്താണ് മഹാശാഖകളും അതിൻ്റെ ഉപശാഖകളെ പറ്റി പറയുന്നുണ്ട്. കാരണം അതിനേക്ക് താഴേക്ക് പോകാൻ അത് വിവരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഈ മഹാശാഖ അതിൻ്റെ ഉപശാഖകളെ പറ്റി ഞാൻ പറയുന്നത്. അതിൽ ഒരു മഹാശാഖയാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാശാഖയാണ് വീരഭദ്ര ഗോസായി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഭാവാർത്ഥത്തില് ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ തൻ്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, വീരഭദ്ര ഗോസായി നിത്യാനന്ദ പ്രഭുവിൻ്റെ പുത്രനും ജാനവദേവിയുടെ ശിഷ്യനുമായിരുന്നു. അവിടുത്തെ യഥാർത്ഥ മാതാവ് വസുധ ആയിരുന്നു. ഗൗര ഗണോദേശ ദീപികയിൽ അവിടുന്ന് ക്ഷീരോദായ വിഷ്ണുവിൻ്റെ അവതാരമായി പറഞ്ഞിരിക്കും. അതിനാൽ വീരഭദ്ര ഗോസായി ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് അഭിന്നമല്ലെന്നാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഈ ശാഖയിൽ പങ്കാളികളായിട്ടുള്ളവരെല്ലാം ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്. നമുക്കറിയാലോ, വൈകുണ്ഠ ലോകത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് എന്താണ്? അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അതായത് ഗോലോക ഏകനിക സിതാദി അഗ്നി മഹേഷ ദേവി മഹേഷ ഹരിനാമസു ദേശു ദേശു തേതേ വിശദ ഗോവിന്ദമാദിപുരുഷൻ തമഹം വര. ഗോലോക നിജ തര ഏക ശാൻ. അതിനകത്ത് പറയുന്നത്, അതായത് നമ്മുടെ ഈ അധ്യാത്മിക ലോകത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമാണ് ഏത്? ഗോലോകധാമം. ഗോലോകധാമത്തിന് താഴെയായിട്ട് ഹരിധാമം, ഹരിധാമത്തിന്റെ താഴെയായിട്ട് എന്താണ്? മഹേശധാമം. മഹേശധാമത്തിന്റെ താഴെയായിട്ടാണ് ഏതാണ്? ദേവി ധാമം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭൗതിക ലോകത്തിൽ ദേവീധാമം, അതിനുപരിയായിട്ട് മഹേശധാമം, അതിനുപരിയായിട്ട് ഹരിധാമം, അതിനേക്കാൾ ഉയരത്തിൽ ഏതാണ്? ഗോലോക വൃന്ദാവന ധാമം. അപ്പൊ അതാണ് അതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഈ വീരേന്ദ്ര ഗോസായി എന്ന് പറയുന്ന നിത്യാനന്ദ പുത്രനാണ്. ആ പുത്രൻ എന്ന് പറയുന്നത് ആരാണ്? ക്ഷീരോദായ. അതാണ് ഇതിനകത്ത് ഗൗര ഗണേശ ദീപയിൽ 67 പറഞ്ഞിരിക്കുന്നത്. ക്ഷീരോദായ വിഷ്ണുവിന്റെ ഒരു അവതാരമായി പറഞ്ഞു. അപ്പൊ വീരഭദ്ര ഗോസായി എന്ന് പറയുന്നത്. ഇവിടെ നിത്യാനന്ദ പ്രഭു എന്നാണ് ഗോസായിയാണ്. അദ്ദേഹം ബലരാമനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അംശം തന്നെയാണ് അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ഈ വീരേന്ദ്ര ഗോസായി എന്നാണ് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് അത് ജ്ഞാനവദേവിയുടെ ശിഷ്യനുമായിരുന്നു. വീരഭദ്ര, അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ ഭാര്യയാണ് ജ്ഞാനദേവി എന്ന് പറയും. ജ്ഞാനദേവി എന്ന് പറയുന്ന ഐഡിയൽ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും എന്താണ്? പവിത്രമായിട്ടുള്ള മാതാവായിരുന്നു. അതാണ് നിത്യാനന്ദ പ്രഭു. ചൈതന്യ മഹാപ്രഭു അങ്ങ് ബംഗാളിൽ പോയി ഭക്തിവൃക്ഷ, അവിടെയും പോയി വൃക്ഷം നടണം, അവിടെയും ധാരാളം എന്താണ്? ചെടികൾ അങ്ങനെ നട്ടു വളർത്തണം എന്ന് പറഞ്ഞു. നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ മനസ്സിലാകും. അപ്പൊ അങ്ങനെ അദ്ദേഹം ബംഗാളിലേക്ക് പോയി അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് തൻ്റെ വീരഭദ്ര ഗോസായി ജനിക്കുന്നത്. അവരെല്ലാം ആ ഫാമിലി മൊത്തം തന്നെ കൃഷ്ണബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. പറഞ്ഞു വന്നത്, അത് ഭഗവാൻ വരുമ്പോൾ, അവതരിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ സന്തത സഹചാരികളുമായിട്ടാണ് വരുന്നത്. അതിൽ 5 പേരാണ് പഞ്ചതത്വം എന്ന് പറയുന്നത്. പക്ഷേ ഈ ചൈതന്യ ലീലയിൽ പങ്കാളികളായിട്ടുള്ളവരെല്ലാം തന്നെ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലെ തൻ്റെ പരിശുദ്ധ ഭക്തരാണ്. പരിശുദ്ധ ഭക്തരായിരുന്നു. അവരെ ഓരോരുത്തരെയാണ് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ കൊണ്ടുവന്നത്, ലീലയിൽ പങ്കാളികളാക്കാൻ കൊണ്ടുവന്നതല്ല. അപ്പൊ അതിലൊരു വ്യക്തിയാണ് വീരേന്ദ്ര ഗോസായി എന്ന് പറയുന്നത്. അദ്ദേഹം സാക്ഷാൽ അതായത് ക്ഷീരോദായിയുടെ ഒരു അംശമായിരുന്നു എന്ന് പറഞ്ഞു. ഹൂഗ്ലി ജില്ലയിലെ ചാമടപുരം എന്ന ഗ്രാമത്തിൽ വീരഭദ്ര ഗോസായിക്ക്
നാഥാചാര്യൻ എന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ശ്രീമതി എന്ന സ്വപുത്രിയും നാരായണി എന്ന ദത്തുപുത്രിയും. ഈ 2 പുത്രിമാരെയും വീരഭദ്ര ഗോസ്വാമി വിവാഹം ചെയ്തു. ഭക്തി രത്നാകരത്തിൽ 13ാം തരംഗത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീരഭദ്ര ഗോസ്വാമിക്ക് അവിടുത്തെ പുത്രന്മാരെന്ന പേരിൽ പ്രശസ്ത 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗോപീചന വല്ലഭൻ, രാമകൃഷ്ണൻ, രാമചന്ദ്രൻ. ഇളവനായ രാമചന്ദ്രൻ ചാണ്ഡല്യ വംശജനും വടല്യ വല്ലനെന്ന കുടുംബത്തിലുള്ളവനുമായിരുന്നു. അദ്ദേഹം കടദഹയിൽ തൻ്റെ കുടുംബം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങൾ കടദഹയിലെ ഗോസ്വാമിമാർ എന്നറിയപ്പെടുകയും ചെയ്തു. ഏറ്റവും മുതിർന്ന ശിഷ്യൻ ഗോപീജനവല്ലഭൻ വർദ്ധമാൻ ജില്ലയിൽ മൗനകര റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ലത എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. 2ാമത്തെ ശിഷ്യൻ രാമകൃഷ്ണൻ മലാദഹയ്ക്കടുത്തുള്ള ഗയേശപുരം ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. ഈ 3 ശിഷ്യന്മാരും വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടവരും വ്യത്യസ്ത കുല നാമങ്ങളുള്ളവരും വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവരും ആയിരുന്നതിനാൽ ഇവരെ വീരഭദ്ര ഗോസ്വാമി സ്വന്തം പുത്രന്മാരെ അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ ചൂണ്ടിക്കാട്ടുന്നു. രാമചന്ദ്രന് 4 പുത്രന്മാരുണ്ടായി. രാധാമാധവനായിരുന്നു അവരിൽ മുതിർന്നവൻ. അദ്ദേഹത്തെ 3ാമത്തെ പുത്രന്റെ നാമം യാദവേന്ദ്രൻ എന്നായിരുന്നു. യാദവേന്ദ്രന്റെ പുത്രൻ നന്ദികേശന്റെ പുത്രൻ നിധികൃഷ്ണനും പിന്നെ ചൈതന്യ ചാണ്ടൻ, കൃഷ്ണമോഹനൻ, ജഗൻമോഹനൻ, വ്രജനാഥൻ, ശ്യാമലാല ഗോസ്വാമി എന്നിങ്ങനെയാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ നൽകിയിട്ടുള്ള വീരഭദ്ര ഗോസ്വാമിയുടെ പിൻഗാമികളുടെ വംശാവലിപ്പട്ടിക. ഈ രീതിയിൽ എങ്ങനെയാണ് ഈ വടവൃക്ഷം നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാശാഖ വീരഭദ്ര ഗോസ്വാമി തൻ്റെ ശാഖകൾ വർദ്ധിപ്പിച്ചത് എങ്ങനെയെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഈ വീരഭദ്ര ഗോസ്വാമിയുടെ പിൻഗാമികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മഹാശാഖ ഉപശാഖയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുക. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. ശ്ലോകം 9. ഈശ്വര ഹയ്യ കഹായ മഹാഭാഗവത വേദധർമാതീത ഹന വേദധർമ്മേ രഥ വർത്തനം. വീരഭദ്ര ഗോസ്വാമി പരമപുരുഷ ഭഗവാനായിരുന്നെങ്കിലും ഒരു മഹാഭക്തനായി സ്വയം അവതരിച്ചു. ഭഗവാൻ എല്ലാ വേദധർമ്മങ്ങളും അതീതനാണെങ്കിലും അവിടുന്ന് വേദാനുഷ്ഠാനങ്ങൾ കർശനമായി പിന്തുടരും. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞ വീരഭദ്ര ഗോസ്വാമി സംഘർഷന്റെ ഒരു അവതാരമായിരുന്നു. പക്ഷെ അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമാണെങ്കിൽ തന്നെ അദ്ദേഹം എന്താണ്, ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്താണ്, വേദ കർശന നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്തത്. അദ്ദേഹം സ്വയം ഭഗവാനാണെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ താൻ വലിയ വ്യക്തിയാണെന്ന് കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം തൻ്റെ ഗുരു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരെ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരൊരിക്കലും തെറ്റ് ചെയ്യുകയില്ല. അവർ ഭഗവാൻ പറയുന്ന ഏവം പരമ്പര പ്രാപ്തം, ആ പരമ്പരയിൽ കൂടി കിട്ടുന്ന അവരുടെ ആ സേവനം മാത്രമേ അവർ ചെയ്യുക. അതാണ് പറയുന്നത്. 9. ഈശ്വര ഹയ്യ കഹയ മഹാഭഗവത വേദധർമ്മമതീത ഹന വേദധർമ്മേരത വിവർത്തനം. വീരഭദ്ര ഗോസ്വാമി പരമപുരുഷ ഭഗവാനുമായിരുന്നെങ്കിലും ഒരു മഹാഭക്തനായി സ്വയം അവതരിച്ച് ഭഗവാൻ എല്ലാ വേദധർമ്മങ്ങളും അതീതനാണെങ്കിലും അവിടുന്ന് വേദശാസ്ത്രങ്ങൾ കർശനമാക്കി. അദ്ദേഹം വേദ അതീതനാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാന് വേദങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചപ്പോൾ എന്താണ്, ഗുരു പരമ്പര ശിഷ്ട അദ്ദേഹം ഫോളോ ചെയ്തതാണ് പറയുന്നത്. ശ്ലോകം 10. അന്തരേ ഈശ്വര ചേഷ്ട ബാഹിരേ നിർബന്ധ
ചൈതന്യ ഭക്തി മണ്ഡലെ തേൻകോ മൂലസ്തംഭ എന്നത് പറയുന്നത്. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉയർത്തിയ ആ ഭക്തി മണ്ഡപത്തിന്റെ നെടും തൂണാണ് അവിടുന്ന്. താൻ സ്വയം ഭഗവാൻ വിഷ്ണുവായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉള്ളറിവ് അവിടുന്ന് ഉണ്ടായിരുന്നു. എങ്കിലും ബാഹ്യമായി അവിടുന്ന് ലവലേശം അഹങ്കരിച്ചിരുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കണം. ഈ വീരഭദ്ര ഗോസായി അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഭഗവാന്റെ അംശാവതാരമാണ്. എങ്കിൽ പോലും അദ്ദേഹം എന്താണ് നെടുംതൂണായി ഈ പരമ്പരയുടെ ശാഖയുടെ നെടുംതൂണായിട്ട് തന്നെ നിന്നു എന്നാണ് പറയുന്നത്. തൻ്റെ മുതിർന്നുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം അത് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. ശ്ലോകം 10. ശ്ലോകം 11. അദ്യാപിയൻ ഹരേ കൃപ മഹിമാ ഹൈദേ ചൈതന്യ നിത്യാനന്ദ ഗായ സകല ജഗാതേ. വീരഭദ്ര ഗോസായിയുടെ മഹാകാരുണ്യത്താലാണ് ലോകത്തിൽ എമ്പാടും ജനങ്ങൾക്ക് ഇപ്പോൾ ചൈതന്യയും നിത്യാനന്ദന്റെയും നാമങ്ങൾ സങ്കീർത്തനം ചെയ്യാൻ അവസരം ലഭിച്ചു. അപ്പൊ ഈ വീരഭദ്ര ഗോസ്വാമിയുടെ കാരുണ്യം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ മഹാകാരുണ്യം കൊണ്ടാണ് ലോകത്തിലെമ്പാടും ഇന്ന് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും നാമങ്ങൾ കീർത്തനം ചെയ്യാനുള്ള ഭാഗ്യം പോലും ഉണ്ടായത് ഈ വീരഭദ്ര ഗോസ്വാമിയുടെ ഭക്തി ഉണ്ടാണ്. അപ്പം നിത്യാനന്ദ പ്രഭുവിന്റെ മഹാശാഖയുടെ ആ മഹാശാഖയാണ് വീരഭദ്ര ഗോസായി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ അദ്ദേഹം അതായത് ബലദേവന്റെ അംശമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം പരമ്പര ഫോളോ ചെയ്താണ്. നിത്യാനന്ദ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ശ്ലോകം 12. ശ്രീ വീരഭദ്ര ഗോസായി നിരലയന ശരണ എൻഹര പ്രസാദേഹയ അഭിഷ പുരാണ. ആയതിനാൽ ഞാൻ വീരഭദ്ര ഗോസ്വാമിയുടെ ചരണാശ്രയം സ്വീകരിക്കുന്നു. അവിടുത്തെ പ്രസാദത്താൽ ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതുകയെന്ന എൻ്റെ മഹത്തായ അഭിലാഷം ശരിയായ മാർഗനിർദ്ദേശനം ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ആ വീരഭദ്ര ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിന്റെ മഹാശാഖയായിട്ടുള്ള ആ വീരഭദ്ര പ്രഭുവിന്റെ അദ്ദേഹത്തിന്റെ ചരണാശ്രയം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രസാദത്താൽ ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതാമെന്ന എൻ്റെ മഹത്തായ അഭിലാഷം ശരിയായ മാർഗദർശനം ചെയ്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ തുടങ്ങി വെച്ച ഈ ചൈതന്യ ചരിതാമൃതം എന്നുള്ള ഗ്രന്ഥത്തിന്റെ പരിപൂർണതയ്ക്ക് തന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പാതാരബന്ധങ്ങളെ ശരണാഗതി പ്രാപിക്കും. ഈ രീതിയിലായിരിക്കണം നമ്മൾ ഭഗവാനെ പറ്റി രചിക്കേണ്ടത്. അത് ആ മുഖത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള അദ്ദേഹം ഈ പാത അദ്ദേഹം തന്നെ തിരിച്ചെത്തും. ഫോളോ ചെയ്യുന്നതിന്റെ കാരണം അത് തന്നെ. ശ്ലോകം 13. ശ്രീരാമദാസ അരഗധരദാസ ചൈതന്യ ഗോസര നീര ഭക്തരെ കീർത്തനര പാശ. ശ്രീരാമദാസ അരഗധരദാസ ചൈതന്യ ഗോസ നീര ഭക്തരെ കീർത്തനപാശ. ചൈതന്യ ഭഗവാന്റെ 2 ഭക്തന്മാരായ ശ്രീ രാമദാസൻ, ഗദധാരൻ എന്നിവർ എല്ലായ്പ്പോഴും വീരഭദ്ര ഗോസ്വാമിക്കൊപ്പം വസിച്ചു. അപ്പൊ ഈ മഹാശാഖയുടെ 2 ഉപശാഖകളാണ് ആര്? രാമദാസനും ഗദധാരൻ. അവരെ പറ്റിയാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭാവാർത്ഥം. സോ അഭിരാമ ഠാക്കൂർ പിൽക്കാലത്ത് അറിയപ്പെടുന്ന ശ്രീ രാമദാസൻ നിത്യാനന്ദ പ്രഭുവിന്റെ സുഹൃത്തുക്കളിൽ 12 ഗോപാലന്മാരിൽ ഒരുവനായിരുന്നു ശ്രീ രാമദാസൻ. മുമ്പ് ശ്രീദാമൻ ആയിരുന്നെന്നും ഗണോപദേശ ദീപികയിൽ പറയുന്നു. അപ്പൊ ഈ മഹാശാഖയായിട്ടുള്ള ശ്രീ ഭദ്രന്റെ വീരഭദ്ര ഗോസ്വാമിയുടെ മഹാശാഖയിലെ 2
ഉപശാഖകളാണ് രാമദാസനും ഗദാധാരും. അപ്പൊ ഈ ഇദ്ദേഹത്തിനാണ് നമ്മൾ പിൽക്കാലത്ത് ഏതാണ് അഭിരാമ ഠാക്കൂർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ശ്രീരാമദാസൻ നിത്യാനന്ദ പ്രഭുവിന്റെ സുഹൃത്തുക്കളിൽ ദ്വാദശ ഗോപാലന്മാരിൽ ഒരുവനായിരുന്നു. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിന്റെ 2 സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ശ്രീരാമദാസൻ മുമ്പ് ശ്രീദാമൻ ആയിരുന്നു എന്ന് ഗൗര ദീപ. അപ്പൊ നോക്ക്, അത് ദ്വാപരയുഗത്തിൽ ശ്രീദാമനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്ക്, ചൈതന്യ ലീലയിൽ അവരൊക്കെയാണ് ഭഗവാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ രാസലീലയിൽ ഭഗവാൻ കൂട്ടിക്കൊണ്ടുവന്ന മിക്കവാറും ഭക്തന്മാരെല്ലാം ചൈതന്യ ലീലയിലും ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ശ്രീരാമ ഠാക്കൂറിനെ കുറിച്ച് ഒരു വിവരണം ഭക്തി രത്നാകരത്തിൽ 4-ാം തരംഗം ഉണ്ട്. നിത്യാനന്ദ പ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് അഭിരാമ ഠാക്കൂർ ഒരു മഹാ ആചാര്യനും ചൈതന്യ സമ്പ്രദായത്തിൽ പ്രചാരകനുമായിത്തീരും. അത്യന്തം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭക്തന്മാർക്ക് ഭയമായിരുന്നു. നിത്യാനന്ദ പ്രഭുവിനാൽ ശക്തി ആവേശിക്കപ്പെട്ട അദ്ദേഹം എല്ലായ്പ്പോഴും ഹർഷോന്മാദത്തിലായിരുന്നു. പതിതാത്മാക്കളോട് അത്യന്തം ദയാലുവായിരുന്നു. അദ്ദേഹം ഒരു സാളഗ്രാമ ശിലയ്ക്ക് അല്ലാതെ മറ്റൊന്നിലൊരു ശിലയ്ക്ക് നമസ്കാരം അർപ്പിക്കുന്ന പക്ഷം അത് തൽക്ഷണം ഉടഞ്ഞു പോകുമായിരുന്നു അത്ര. അത്രയ്ക്ക് ശക്തി ആവേശ അവതാരം ഉൾക്കൊണ്ട ഒരു ഭക്തനായിരുന്നു ആര്? ഈ ശ്രീരാമദാസൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭിരാമ ഠാക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് മഹാഭക്തനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചൈതന്യ ഈ സമ്പ്രദായത്തിലെ പ്രമുഖ എന്താണ് പ്രചാരകനുമായിരുന്നു അദ്ദേഹം. മാത്രമല്ല അത്യന്തം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഗ്രാമത്തിൽ അതീവ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല പതീതരായിട്ടുള്ള ആൾക്കാരോട് അതീവ കാരുണ്യം കാണിച്ചു ഈ രാമദാസ് എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഹർഷോന്മാദത്തിലായിരുന്നു. ചൈതന്യ പ്രഭു, നിത്യാനന്ദ പ്രഭു അവരെപ്പോഴും ഹർഷോന്മാദത്തിലായിരുന്നു, ഇല്ലേ? കീർത്തനം കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കീർത്തനം നമുക്കറിയാം എത്രയോ 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആണ് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഒക്കെ. അതായത് നമ്മുടെ അദ്വൈത പ്രഭുവിന്റെ, അതുപോലെ തന്നെ ശ്രീ ചൈതന്യ പ്രഭു, നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗോസായി, അതായത് ഗോസായിയുടെ വീട്ടിലും ഒക്കെ 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് കീർത്തനം ചെയ്യുവാൻ. കീർത്തനം ചെയ്യുമ്പോഴൊക്കെ തന്നെ ഭഗവാൻ എത്രയോ പ്രാവശ്യം നിലത്ത് വീഴാറുണ്ട് ഹർഷോന്മാദത്തിൽ. അന്തരീക്ഷത്തിലേക്ക് തുള്ളിച്ചാടി അദ്ദേഹം അതേ സ്പീഡിൽ തന്നെ താഴെ വീഴും. പക്ഷെ കുറേ നേരം കഴിയുമ്പോൾ വീണ്ടും ഭഗവാൻ നൃത്തം ചെയ്ത് വീണ്ടും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കാരുണ്യം, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തനായിട്ടുള്ള രാമദാസിനും അദ്ദേഹം എപ്പോഴും എന്താണ് ഹർഷോന്മാദത്തിലായിരുന്നു, എപ്പോഴും സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെ പതിതാത്മാക്കളോട് അതീവ കാരുണ്യം കാട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് സാളഗ്രാമ ശിലയ്ക്ക് അല്ലാതെ മറ്റൊരു ശിലയ്ക്കും നമസ്കാരങ്ങൾ അർപ്പിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശക്തി, അദ്ദേഹം ശാളഗ്രാമം മാത്രമേ ശാളഗ്രാമിന് മാത്രമേ പ്രണാമങ്ങൾ അർപ്പിച്ചിരുന്നു. മറ്റുള്ള ശിലകളിൽ കാണിച്ചിരുന്ന അന്നേരം എന്താണ് തകർന്നു പോകുമായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ശക്തി ആവേശ ഒരു അവതാരമായിരുന്നു രാമദാസൻ, അല്ലെങ്കിൽ അഭിരാമ ഠാക്കൂർ എന്ന് പറയുന്നത്. ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കൽക്കത്തയിലെ ഹൗറയിൽ നിന്ന് ഹൂഗ്ലി ജില്ല ഒരു ഗ്രാമമായ ആംദായിലേക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ചാർഗപാടാങ്ക റെയിൽവേ സ്റ്റേഷൻ 10 മൈൽ തെക്ക് പടിഞ്ഞാറ് ചെറിയൊരു പട്ടണമായ ഖനാകുല കൃഷ്ണനഗരത്തിലാണ് അഭിരാമ ഠാക്കൂർ ആരാധന നടത്തിയിരുന്ന ക്ഷേത്രം. വർഷകാലത്ത് ആ പ്രദേശം വെള്ളപ്പൊക്കത്താൽ മുങ്ങുമ്പോൾ ഇപ്പോൾ ദക്ഷിണ പൂർവ്വ റെയിൽവേ
എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു മാർഗത്തിലൂടെ വേണം അവിടെ എത്താൻ. ഈ റെയിൽവേ സ്റ്റേഷന് ലൈനിൽ കെലാഘട്ട എന്നൊരു സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് കപ്പൽ മാർഗം റാണി ചക്രയിലേക്ക് പോകാം. റാണി ചക്രയിൽ നിന്ന് 7.5 മൈൽ വടക്കാണ് ഖാനാകുല. അഭിരാമ ഠാക്കൂർ ആരാധിച്ചിരുന്ന ക്ഷേത്രം ഖനായുടെ ധാരകേശ്വര നദി തീരത്തുള്ള കൃഷ്ണനഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ സ്ഥലം ഖനാകുല കൃഷ്ണ നഗരമെന്ന് പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിന് പുറത്ത് ഒരു ബകുല വൃക്ഷമുണ്ട്. ഈ സ്ഥലം സിദ്ധ ബകുല എന്നറിയപ്പെടുന്നു. അഭിരാമ ഠാക്കൂർ ഇവിടെ വന്നപ്പോൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയും ഉണ്ടായിരുന്നു പറയപ്പെട്ടു. ഖനാകുല കൃഷ്ണനഗരത്തിൽ എല്ലാ വർഷവും ചൈത്രമാസത്തിൽ മാർച്ച് ഏപ്രിൽ കൃഷ്ണപക്ഷ വലിയൊരു മേള നടക്കാറുണ്ട്. 100 കണക്കിന് ജനങ്ങൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുമായിരുന്നു. അഭിരാമ ഠാക്കൂർ ആരാധിച്ചിരുന്ന ഈ ക്ഷേത്രത്തിൽ അതിപുരാതനമായ ഒരു ചരിത്രമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ദേവൻ ഗോപിനാഥനാണ്. ക്ഷേത്രത്തിന് സമീപം ധാരാളം സേവക കുടുംബങ്ങൾ പാർക്കുന്നുണ്ട്. അഭിരാമ ഠാക്കൂർ ഒരു ചാട്ട ഉണ്ടായിരുന്നെന്നും അദ്ദേഹം അതുകൊണ്ട് ആരെ സ്പർശിച്ചാലും അയാൾ തൽക്ഷണം കൃഷ്ണന്റെ ഉന്നത ഭക്തനായി തീരുമെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ശ്രീനിവാസ ആചാര്യനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവൻ. പക്ഷെ അദ്ദേഹം അഭിരാമ ഠാക്കൂറിന്റെ ദീക്ഷാശിശുവായിരുന്നു എന്ന കാര്യത്തിൽ സന്ദേഹം. അപ്പൊ ഇദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. അതാണ് ഖനാകുല കൃഷ്ണ നഗർ എല്ലാം സ്ഥലത്താണ് നടത്തിയത്. ആ ക്ഷേത്രം സ്ഥാപിച്ച് അവിടെ വർഷത്തിൽ ഒരിക്കൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടെ എത്തുമായിരുന്നു. അപ്പൊ അവിടെ ഈ അഭിരാമ ഠാക്കൂറിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ചാട്ടവാർ പോലൊരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആരെ തൊട്ടു കഴിഞ്ഞാലും അവരെല്ലാം മഹാഭക്തനായി തീരുമെന്നാണ്. അപ്പൊ നോക്ക്, അദ്ദേഹത്തിന്റെ ശക്തി അവിടെയായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ചൈതന്യ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞ ദ്വാപര അതായത് കൃഷ്ണലീലയിൽ അദ്ദേഹം നമ്മുടെ അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ അങ്ങനെ ശക്തി കൊടുക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹം ശ്രീരാമനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. ആ ശ്രീരാമനാണ് ഇപ്പം അഭിരാമ ഠാക്കൂറായിട്ട് വന്നത്. അപ്പൊ അദ്ദേഹം എന്റെ കയ്യിരുന്ന ചാട്ടവാർ കൊണ്ട് ആരെ തൊട്ടു കഴിഞ്ഞാലും അവരെല്ലാം ഭക്തനായി എത്തുന്നു. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രമുഖരെ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാശാഖയിലുള്ള ശാഖകളും മഹാശാഖകളും ഉപശാഖകളെ പറ്റിയാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിവിടെ ഉപസംഹരിക്കുകയാണ് സമയമായതുകൊണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 11 വരെ അല്ലേ പ്രഭു വായിച്ചത്? അതെ. അല്ല, നമ്മൾ 13 വരെ വായിച്ചു. 14, 15 ആണ് ഇനി എടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഗുരുദേവ് की प्रभुपाद के श्री चैतन्य चरितामृत अनंत ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരി.